വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേണിംഗ്. 10th പ്രിലിംസിൻ്റെ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ തേർഡ് സ്റ്റേജിലെ GK ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സയൻസ് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പതിവ് പോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും ആദ്യത്തെ സയൻസ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രോഗാണുക്കളുടെ സെക്ഷനിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം റിക്കറ്റ്സിയാണ്. റിക്കറ്റ്സിയ പറയുന്ന ഒരു തരം ബാക്ടീരിയയുടെ വിഭാഗത്തിൽ പെടുന്നത് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചിട്ടാണ്? കരളിൽ വെച്ചിട്ടാണ് നമ്മുടെ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത്, വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? നൈട്രജൻ മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് ഇത് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ഇരപിടിയൻ സസ്യങ്ങൾ ആർജിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്? ഉത്തരം ജലം. ജലത്തിൻ്റെ വിഘടന ഫലമായിട്ടാണ് ഓക്സിജൻ വാതകം ഉണ്ടാകുന്നത്. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏതാ? ഓപ്ഷനിൽ വട്ടച്ചൊറി ഉണ്ട്, എയ്ഡ്സ് ഉണ്ട്, ടൈഫോയിഡ് ഉണ്ട്, അഞ്ചാം പനി ഉണ്ട്. അതിൽ ടൈഫോയിഡാണ് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏതാണ്? തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? തട്ടേക്കാടാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? തിരുവനന്തപുരം. അടുത്തത്, സങ്കര ഇനം നെല്ലിന് ഉദാഹരണം. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ സങ്കര ഇനം നെല്ലിന് ഉദാഹരണമാണ് അന്നപൂർണ്ണ. ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ രോഗങ്ങളെ കുറിച്ചിട്ടുള്ളത് എന്താണ് സെക്ഷന് 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതേപോലെ അവയവങ്ങളുടെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഗവേഷണ കേന്ദ്രങ്ങളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതേപോലെ നമ്മളുടെ സങ്കര ഇനം വിളകളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ആ സെക്ഷനൊക്കെ എന്താണ്, ആ സെക്ഷനിലെ ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കവർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, പയറുവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ റൈസോബിയം ബാക്ടീരിയയാണ്. പയർവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് ആറ്റത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ. അവയിൽ ശരിയായവ കണ്ടെത്തുക. അപ്പോൾ ആറ്റത്തെക്കുറിച്ചുള്ള ചില 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് കണ്ടെത്താനാണ്. ഒന്നാമത്തെ, ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. രണ്ടാമത്തെ, ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. 3, ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. 4, എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. ഇതിൽ മൂന്നാമത്തെ തെറ്റാണ്, ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്നുള്ള ഓപ്ഷൻ. ബാക്കി 3 ശരിയാണ്. അപ്പോൾ ഇതിലെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് ലോകത്തിൻ്റെ അയിരാണ് കലാമിൻ? കലാമിൻ ഏത് ലോകത്തിൻ്റെ അയിരാണെന്നറിയോ? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. അടുത്തത്, മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ഇത് നമ്മുടെ പീരിയോഡിക് ടേബിളിനെ ഭാഗത്തുനിന്ന് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതിനെ പറ്റിയിട്ടുള്ള 2 ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ നോക്കിയിട്ട് അതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇതേത് വാതകം? ആൻസർ ഹൈഡ്രജൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായ ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. ഇതിൽ തെറ്റായ ജോഡി കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം. ഓപ്ഷനാണ് തെറ്റായ ജോഡി ചേർത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത്? അൾട്രാസോണിക്. അടുത്തത്, ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏത്? ഏത് ഊർജ്ജ സ്ഥാനം മൂലം നമുക്ക് ഒരു വസ്തുവിന് കിട്ടുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേരെന്ത്? പ്രകീർണനം. ഇതിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ അപവർത്തനത്തിൻ്റെയും ആൻസർ വരുന്ന ക്വസ്റ്റ്യനൊക്കെ കണ്ടിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്, കെൽവിൻ ഉണ്ട്, പാസ്കൽ ഉണ്ട്. ഇതിൽ സെൽഷ്യസും കെൽവിനും ഫാരൻഹീറ്റൊക്കെ ഊഷ്മാവിൻ്റെ യൂണിറ്റാണ്. പാസ്കലാണ് അല്ലാത്തത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം. ആൻസർ ഓപ്ഷൻ ഡി, പ്രവേഗം. ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ സയൻസ് സെക്ഷൻ ഡിസ്കസ് ചെയ്യൽ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ